കേരളത്തിനോട് വീണ്ടും അവഗണന തുടർന്ന റെയിൽവേ മംഗളൂരു മേഖലയിലെ പാലക്കാട് ഡിവിഷനിൽ നിന്നും വേർപെടുത്തി മൈസൂരു ഡിവിഷനിൽ ലയിപ്പിക്കാൻ തീരുമാനം. വിവരങ്ങളുമായി പി ജി അരുൺ കൂടിച്ചേരുന്നു. വീണ്ടും അവഗണിക്കുകയാണ് കേരളത്തെ അരുൺ. മാത്രമല്ല പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിലടക്കം വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകാനാണ് സാധ്യത. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉമ, എന്തായാലും നമുക്കറിയാം, ഈ വർഷങ്ങളായി കേരളത്തോട് റെയിൽവേ അവഗണന തുടരുന്നതാണ്. നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അത് വലിയ രീതിയിലുള്ള ഒരു അവഗണന കേരളത്തിനോട് നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് ഡിവിഷനിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഡിവിഷനാണ് ഉള്ളത്. തിരുവനന്തപുരം ഡിവിഷനും പാലക്കാട് ഡിവിഷനും. അത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള സ്റ്റേഷനുകളിൽ തിരുവനന്തപുരം ഡിവിഷനുകളും തൃശ്ശൂർ ജില്ലയിലെ സ്റ്റേഷനുകൾ, അതിൽ കഴിഞ്ഞിട്ട് പാലക്കാട് ജില്ല മുതൽ മംഗളൂരു, കർണാടകയിലെ മംഗളൂരു വരെയുള്ള കൊങ്കൺ റെയിൽവേയുടെ കവാടം എന്നറിയപ്പെടുന്ന മംഗളൂരു ജംഗ്ഷൻ, മംഗളൂരു ടൗണും ഈ രണ്ട് സ്റ്റേഷനും ഉൾപ്പെടെയാണ് പാലക്കാട് ഡിവിഷൻ നിലവിലുള്ളത്. എന്തായാലും മംഗളൂരു മേഖലയെ ഈ പാലക്കാട് ഡിവിഷനിൽ നിന്നും ഇപ്പോൾ മൈസൂരു ഡിവിഷനിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം ഇപ്പോൾ ഈ ഡിവിഷൻ മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്തായാലും 60% വരുമാന നഷ്ടം പാലക്കാട് ഡിവിഷന് ഇതുമൂലം ഉണ്ടാവും. കാരണം ഈ മംഗളൂരു പോർട്ടുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ടുള്ള ഒരു വരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുള്ളത്. 60% നഷ്ടം ഈ പാലക്കാട് ഡിവിഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് മംഗളൂരു തുറമുഖം മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. കാരണം നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഈ പാസഞ്ചർ ഗതാഗതത്തെക്കാളും വരുമാനം ലഭിക്കുന്നത് ചരക്ക് ഗതാഗതത്തെയാണ്. അതുകൊണ്ട് തന്നെ മംഗളൂരു പോർട്ട് എന്ന് പറയുന്നത് പാലക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. ഈ ഒരു മേഖലയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൈസൂരു ഡിവിഷനിലേക്ക് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ യുടെ ഭാഗമാക്കുന്നത്. സദേൺ റെയിൽവേയുടെ ഭാഗമാണ് ഇപ്പോൾ മംഗളൂരു മുതൽ പാലക്കാട് ജില്ല വരെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം. ഈ സദേൺ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള സ്റ്റേഷനായിട്ടുള്ള മംഗളൂരു ജംഗ്ഷനെയും മംഗളൂരു ടൗൺ ജംഗ്ഷനെയുമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമായിട്ട് മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ മുന്നറിയിപ്പുകളും ഒന്നും നൽകാതെയാണ് റെയിൽവേയുടെ ഈ ഒരു നടപടി കേരളത്തോട് ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെടുന്ന പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളും മംഗളൂരു മേഖലയെ ഉൾപ്പെടുന്നതാണ് നിലവിൽ പാലക്കാട് ഡിവിഷൻ. എന്തായാലും മംഗളൂരു മേഖലയെ ഈ പാലക്കാട് ഡിവിഷനിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് മൈസൂരിൽ ഉൾപ്പെടുമ്പോൾ വരുമാനത്തിലും മറ്റ് റെയിൽവേയുടെ ഈ ഭരണ സംവിധാനത്തിലും വലിയ രീതിയിലുള്ള അവഗണന കേരളം നേരിടുമെന്നതിൽ ഉറപ്പാണ്. ഉമ.